ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത? ടെസ്സി തോമസ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ടെസ്സി തോമസ്. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ബാന്തുങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ബാന്തുങ് സമ്മേളനം. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? ബ്യാരി. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ബ്യാരി. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ചിനൂക്ക്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം? അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 58. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 58. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91-ാം ഭരണഘടനാ ഭേദഗതി. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91-ാം ഭരണഘടനാ ഭേദഗതി. സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളുണ്ട്. അപ്പൊ സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങൾ. 66, 97, 47. ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത്? വാരിസെല്ല വൈറസ്. ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത്? വാരിസെല്ല വൈറസ്. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mm of Hg.
ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് 2013. ദേശീയ ആരോഗ്യ ദൗത്യം അഥവാ നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് 2013. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമം. ലോഹങ്ങളുടെ സവിശേഷത. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ലോഹങ്ങളുടെ സവിശേഷതകളാണ്: ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ജാൻ ടെല്ലർ മെറ്റൽ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്? ജാൻ ടെല്ലർ മെറ്റൽ. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? PK കാളൻ. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? PK കാളൻ. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? അജയ് ദേവ്ഗൺ. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? അജയ് ദേവ്ഗൺ. കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ക്യാഷ് മെമ്മറി. കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ക്യാഷ് മെമ്മറി. ഇന്ത്യൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ. ബോസ്. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ. ബോസ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണ്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ നിയമം 1989. അപ്പൊ ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ ഹീരാലാൽ സമരിയ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 102ാം ഭേദഗതി നിയമം 2018. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 102ാം ഭേദഗതി നിയമം 2018. ദ മീനിങ് ഓഫ് ഹാർമണി ഈസ് എഗ്രിമെന്റ്. ഹാർമണി എന്ന വേർഡിന്റെ മീനിങ് എഗ്രിമെന്റ് എന്നാണ്. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത്? ചെർപ്പളശ്ശേരി. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത്? ചെർപ്പളശ്ശേരി. കേരളത്തിൽ നിന്നുള്ള ഏതൊക്കെ സ്ത്രീകളാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നത്? 3 സ്ത്രീകൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. 1 ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ. കേരളത്തിൽ നിന്നുള്ള ഏതൊക്കെ സ്ത്രീകളാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നത്? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ. ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? മൊണ്ടസ്ക്യൂ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? മൊണ്ടസ്ക്യൂ. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 1909 ഗാന്ധി എഴുതിയ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് TK മാധവൻ.
തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് TK മാധവൻ. GDP at factor cost is equal to NNP at market price plus depreciation minus net factor income from abroad minus net indirect tax. But GDP at factor cost is equal to NNP at market price plus depreciation minus net factor income from abroad minus net indirect tax. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 54. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 54. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് സത്രിയ. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് സത്രിയ. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി. കേരള മോപ്പസന്റ് എന്നറിയപ്പെടുന്ന ആര്? തകഴി ശിവശങ്കരപിള്ള. കേരള മോപ്പസന്റ് എന്നറിയപ്പെടുന്ന ആര്? തകഴി ശിവശങ്കരപിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള മോപ്പസന്റ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ള. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തുറ. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തുറ. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ-ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ-ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചിലത്: മെമ്മറി മാനേജ്മെന്റ്, വിഭവ വിഹിതം അഥവാ റിസോഴ്സ് അലോക്കേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചിലത്: മെമ്മറി മാനേജ്മെന്റ്, വിഭവ വിഹിതം അഥവാ റിസോഴ്സ് അലോക്കേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് വിളിക്കുന്നു? ഹൈപ്പർ ടെക്സ്റ്റ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് വിളിക്കുന്നു? ഹൈപ്പർ ടെക്സ്റ്റ്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പ്രഫുല്ല ചന്ദ്ര റായ്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പ്രഫുല്ല ചന്ദ്ര റായ്. ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്ന ISROയുടെ വിപണന ഭാഗമാണ് ആന്ത്രിക്സ്. ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്ന ISROയുടെ വിപണന വിഭാഗമാണ് ആന്ത്രിക്സ്. ഹരിതഗൃഹ വാതക ഉദ്വമനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്. ഹരിതഗൃഹ വാതക ഉദ്വമനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.